ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബ്ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് ആണെങ്കിലും നിന്റെ സപ്പോർട്ടായി ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാകും എന്നാണ് അവർ വ്യക്തി നിങ്ങൾക്ക് തരുന്ന വാക്ക്. എന്താണെന്ന് നോക്കിയാലോ. Five of Pentacles, Page of Cup, Ten of Pentacles, Ace of Cup, Nine of Cup, Six of Pentacles, Ten of Swords, Eight of Swords, Hermit, Page of Swords, Ace of Pentacles, Three of Pentacles, Justice. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഫൈവ് ഓഫ് പെൻറ്റിക്കൽ ആണ്. ഫൈവ് ഓഫ് പെൻറ്റിക്കൽ ഫിനാൻഷ്യൽ ലോസ്, ഒരു വല്ലാത്തൊരു ഹെൽത്ത് പ്രോബ്ലവും ഫിനാൻഷ്യൽ ലോസും എല്ലാം സംഭവിച്ചൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് കേട്ടോ. നല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടും ഹെൽത്ത് പ്രോബ്ലവും എല്ലാം. ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാം കൂടി മാനസികമായിട്ട് മനസ്സ് തകരുമ്പം തന്നെ എല്ലാം നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടും മാനസികമായും എല്ലാ പ്രശ്നങ്ങളായിരിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. നിങ്ങളെ ഓർത്തിട്ടുള്ള ദുഃഖം. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്പാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എല്ലാം കുടുംബമെല്ലാം എതിർക്കുന്ന ഒരു ബന്ധമാവാം ഇത്. അപ്പോൾ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുക, നിങ്ങളുമായിട്ട് ഒന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള ആണ്. ആ റിസ്ക് എന്ത് നേരിട്ടിട്ടാലും നിങ്ങളെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ആ വ്യക്തിക്ക് എന്നും വേണം. അല്ലാതെ ആ വ്യക്തിക്ക് പറ്റില്ല. നിങ്ങളുമായിട്ടൊരു കുഞ്ഞെല്ലാം വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു പദ്ധതിയെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, എന്തായാലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആ വ്യക്തി എന്തെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യും. എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ തിരുത്തി നമുക്കൊന്നായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തന്ന ആ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തെ ആ വ്യക്തി അത്രയും ഇഷ്ടപ്പെടുന്നു. അതാണ്, അത്രയും ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം. നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് പെൻറ്റിക്കൽ ആണ്. ടെൻ ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു എല്ലാം സ്റ്റെബിലിറ്റിയും വീണ്ടെടുക്കണം എന്നാണ്. ഒരു രാജകീയമായ ഒരു ലൈഫ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം നെക്സ്റ്റ് ഏസ് ഓഫ് കപ്പാണ്. സ്നേഹം വഴിഞ്ഞൊഴുകയാണ് നിങ്ങളെക്കുറിച്ച്. ഓവർഫ്ലോയിങ് സ്നേഹം, ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാലേ ഓവർഫ്ലോയിങ് സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓടി വരാൻ തോന്നുന്നു, എങ്ങനെ നിങ്ങളിൽ എത്താം,
നിങ്ങൾ ഒന്നായി ജീവിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നം തരണം ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഒരുപാട് എതിർക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബം മൊത്തം എതിർക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ബന്ധത്തിന്, എന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഫാമിലിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാവാം. അപ്പം എൻ്റെ എല്ലാ വിഷമവും ഇല്ലാതാകുന്നത്, എൻ്റെ മനസ്സിൻ്റെ വിഷമം ഇല്ലാതാകുന്നത് ഇമോഷണലി സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിങ്ങളാണെന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം. അങ്ങനെ ആ വ്യക്തി പലവട്ടം തോന്നിയിട്ടുണ്ട്. എൻ്റെ മാനസികമായ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കുന്നത് ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് നിങ്ങൾ. അത്രയും ഇമോഷണലി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ല. നമ്മളെ ആ വ്യക്തി പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒന്നായി ജീവിക്കാൻ പറ്റില്ലായിരിക്കാം, ചിലപ്പം പറ്റുമായിരിക്കാം, എന്തായിക്കോട്ടെ. പറ്റിയാലും പറ്റിയില്ലെങ്കിലും എല്ലാ അർത്ഥത്തിലും നിനക്ക് സപ്പോർട്ടായി എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഏസ് ഓഫ് കപ്പിൽ ആ വ്യക്തിക്ക് സ്നേഹം, നിങ്ങൾ ഓർക്കുമ്പോൾ സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും സ്നേഹം തോന്നാണ്. എൻ്റെ എങ്ങനെ എത്രയും ആൾക്കാരെ എതിർക്കുന്ന ബന്ധമാണിത്. അപ്പം ആ വ്യക്തി എന്ത് എതിർത്തോട്ടെ എൻ്റെ കൂടെ ഞാൻ സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടാവും എന്ന ഉറച്ച തീരുമാനത്തിലാണ് വ്യക്തി. അങ്ങനത്തെ ഒരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ നമ്മളെ ഒന്നാവാൻ വിടിലായിരിക്കും, ഫാമിലി വിടിലായിരിക്കും, അങ്ങനെ അത്രയും പ്രോബ്ലം ആയിരിക്കും. എങ്കിലും നിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് എന്തിനും, മാനസികമായും ശാരീരികമായും എന്തിനും നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും എന്നാ പറയുന്ന ആ വ്യക്തി കേട്ടോ. യേശുക്കപ്പിൽ ആ വ്യക്തിക്ക് അത്രയും ഓവർഫ്ലോയിങ് സ്നേഹമാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓടി വരണം എന്ന് ആ വ്യക്തിക്ക് ആഗ്രഹം. രാത്രിയിലാവുമ്പം ഒരു ചിറകുണ്ടെങ്കിൽ ഓടി എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത്രയും സ്നേഹം തോന്നുകയാണ് നിങ്ങളോട്. പക്ഷെ നിങ്ങൾക്ക് ഒന്നു ചേർന്നൊരു സ്നേഹം പങ്കിടാൻ പറ്റുന്നില്ല. അത്രക്കും എതിർക്കുന്ന ഫാമിലിയും തേർഡ് പാർട്ടിയുമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇടയിൽ ഇട്ട് തരുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്പാണ്. എല്ലാം നേടിയ ഒരു സന്തോഷം, വളരെ സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങൾ ഓർക്കുന്നത്. 9 ഓഫ് കപ്പിൽ നിങ്ങൾ ഓർക്കുമ്പോൾ സന്തോഷം മിസ് ചെയ്യുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു സ്നേഹത്തിൻ്റെ ആ മിസ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും പവർഫുള്ളായ ഒരു സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി പാസ് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് സന്തോഷം വരുന്നത്. ഇനി ജീവിച്ചാൽ എന്താ, ജീവിച്ചില്ലെങ്കിൽ എന്താ, ആ സന്തോഷം തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. അത്രയും ആ കൊടുത്ത ആ സ്നേഹം, സത്യസന്ധമായ ആ സ്നേഹം, ഒന്നിച്ചില്ലെങ്കിലും അകലത്തിലാണെങ്കിലും ആ വ്യക്തിക്ക് ആ നിങ്ങളെ ഓർക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് മിസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നത്. ഒരിക്കലും പിരിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സുകൾ തമ്മിൽ നമ്മളെ പിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം, പക്ഷേ നിന്റെ സപ്പോർട്ടായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നതാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. അപ്പം ആ വ്യക്തി പറയുന്നത് നമ്മൾ ചിലപ്പം അകന്നായിരിക്കും കഴിയേണ്ടി വരിക. വിധി നമ്മളെ ചിലപ്പം ഒന്നാകാൻ വിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ ഒരു ബോഡി ഗാർഡായിട്ട് ഞാനുണ്ട് നിന്റെ കൂടെ എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പം എല്ലാ ബന്ധങ്ങളും ഒന്നായി ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ചിലപ്പം കഴിയും. ഒരുപാട് എതിർക്കുന്ന കക്ഷികളാണ് ഇവിടെ മൊത്തം. അപ്പം ആ വ്യക്തി അടുത്ത തീരുമാനം ചിലപ്പോൾ നമുക്ക് ഒന്നായി ജീവിക്കാൻ കഴിയില്ലായിരിക്കാം. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് എന്നും മാനസികമായും ശാരീരികമായും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. നിന്റെ ഒരാളെ നിനക്കൊരു വിഷമം വരാതെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. 9 ഓഫ് കപ്പിൽ അത്രയും സ്നേഹം തോന്നുക നിങ്ങളെ ഓർക്കുമ്പോൾ. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ആ ഓരോ നിങ്ങൾ പോയ സ്ഥലങ്ങളും നിങ്ങൾ പറഞ്ഞ വാക്കുകളും എല്ലാം ഓർക്കുമ്പോൾ ആ വ്യക്തി പൊട്ടിച്ചിരിക്കാൻ സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഇത്രയും സന്തോഷം തോന്നുകയാണ് 9 ഓഫ് കപ്പിൽ. ആ വ്യക്തിയുടെ എല്ലാവിധ സന്തോഷത്തിൻ്റെ ഉറവിടം നിങ്ങളാണ് എന്നാണ്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് പെന്റിക്കിളാണ്. തേർഡ് പാർട്ടി കാർഡാണ്. ഒന്നും ന്യായം ചെയ്യാൻ പറ്റിയില്ല നിങ്ങളോട്. ഒന്നും ഒരു സ്നേഹം തരാനോ സമയം തരാനോ ആ വ്യക്തിയുടെ ഒന്നും തരാൻ പറ്റിയില്ല.
മറ്റുള്ളവർക്കാണ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്. തേർഡ് പാർട്ടിക്ക് സമയവും, തേർഡ് പാർട്ടിക്ക് എല്ലാം ഫിനാൻഷ്യൽ എല്ലാ സപ്പോർട്ടിന് കൊടുക്കുന്നത് തേർഡ് പാർട്ടിക്ക്. ഒന്നും തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം. മനസ്സ് പക്ഷേ നിങ്ങളെ കൂടെയാണ്. അതാണ്. എങ്കിലും നിങ്ങൾക്കൊരു ബാലൻസ് ആയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. എല്ലാം ഒന്ന് പറയാൻ ആഗ്രഹിക്കുക ആ വ്യക്തി. മാനസികമായിട്ട് ബാലൻസ് ആയിട്ട് പോണം. ഈക്വലായിട്ടൊന്നും നടന്നിട്ടില്ല ഇതുവരെ, ഒന്നും ഈക്വലായിട്ട് നടന്നിട്ടില്ല. ചെയ്തതെല്ലാം മിസ്റ്റേക്കാണ് എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം 10 of Swords അത്രയും ആ വ്യക്തി എല്ലാവരും ആക്രമിക്കുകയാണ് ആ വ്യക്തിനെ ഒറ്റപ്പെടുത്തിയിട്ട് മൊത്തം കുടുംബത്തിലെ എല്ലാവരും ആ വ്യക്തിക്ക് എതിരാണ്. അതാണ് 10 of Swords ആ വ്യക്തി അത്രയധികം വിഷമിച്ച് കിടക്കുകയാണ്. പക്ഷെ നിങ്ങളെ ഓർക്കുമ്പോൾ ആ വ്യക്തി സന്തോഷം കണ്ടെത്തുന്നത്. മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട ഒരു വഞ്ചന, വേദന, നഷ്ടമായ വേദന, പെയിൻഫുൾ എൻഡിങ്, അത്രയും നിങ്ങളെ ഓർത്ത് മറ്റുള്ളവരെല്ലാം നിങ്ങളെ ഓർക്കുന്നതിന് മറ്റുള്ളവരെ സപ്പോർട്ട് വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓർക്കുകയാണ് ആ വ്യക്തി കേട്ടോ. തേർഡ് പാർട്ടികളുടെ കൺട്രോളിലാണ് ആ വ്യക്തി ഉള്ളത്. ഒരു ചതിക്കുഴി തന്നെ, ചതിക്കുഴിയിൽപ്പെട്ട ഒരവസ്ഥ. 10 സോഡുകൾ കുത്തിയിറക്കിയ വേദനയോടുകൂടിയാണ് ആ വ്യക്തി ഇപ്പം മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് കാർഡ് 8 of Swords ആണ്. സ്വന്തം ലോകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. മറ്റുള്ളവരെ ഒന്നും ആ വ്യക്തി കാണുന്ന പോലെ ഇപ്പോൾ ഇഷ്ടമല്ല. സ്വന്തം ലോകത്തിൽ ഒതുങ്ങി സ്വന്തം മുറിയിൽ അടച്ചുപൂട്ടി കിടക്കുന്ന ഒരവസ്ഥ. നിങ്ങളെ മാത്രം തിങ്ക് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. എൻ്റെ മനസ്സിന്റെ താക്കോല് നിന്റെ കൈകളിലാണെന്ന് ആ വ്യക്തി ഉറച്ചു പറയുന്നത് കേട്ടോ. 8 of Swords. തേർഡ് പാർട്ടി സാമ്പത്തികമായും ട്രാപ്പിലാക്കിയിട്ടുണ്ട്. പല പല പ്രശ്നങ്ങളിലും നിങ്ങളെ പിടിച്ചിടുന്നുണ്ട്, നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയെയാണ് ആ വ്യക്തി താലോലിക്കുന്നത് കേട്ടോ, നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ ആ ചിന്തകൾ. നെക്സ്റ്റ് കാർഡ് ഹെർമിറ്റ് ആണ്. 10 Swords, 8 Swords, ഹെർമിറ്റ്. ഇവിടെ സോഡുകളുടെ കളിയാണ് കേട്ടോ. എന്താ പേജ് ഓഫ് സോഡ്, എല്ലാ വേദനയാണ്, ഓർമ്മകളിൽ വേദനിക്കുകയാണ്. അത്രയും സോഡുകളുടെ കാർഡാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഹെർമിറ്റ്. ആ വ്യക്തി ഹെർമിറ്റ് മൂഡിലാണ്. സ്വന്തം ഉള്ളിലേക്ക് തന്നെ ആ വ്യക്തി സ്വന്തം ഉള്ളിലേക്ക് ലൈറ്റ് അടിക്കുകയാണ്. എന്താ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ്. എന്താ ഇങ്ങനെയുള്ള ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു പറയാനും ആരുമില്ല. 10 Swords ആ വ്യക്തി അത്രയും ദുഃഖിക്കുകയാണ്. അപ്പം എനിക്കൊരു സപ്പോർട്ട് തരാൻ, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് സപ്പോർട്ട് തരാൻ ആരുമില്ല. അപ്പോൾ എങ്കിലും ആ വ്യക്തി എടുക്കുന്ന തീരുമാനം ഉറച്ചതാണ്. ആരൊക്കെ എതിർത്തോട്ടെ, ആരൊക്കെ എന്തൊക്കെ എതിർത്തോട്ടെ, നമ്മൾ സെപ്പറേറ്റ് ആണെങ്കിലും നിന്റെ കൂടെ ഈ ഭൂമിയിൽ നിന്റെ കൂടെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ഞാൻ എന്നും ഉണ്ടാവും എന്ന ഒരു തീരുമാനം ആ വ്യക്തി എടുക്കുന്നതിന് ആരും പേടിക്കണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട് ആ വ്യക്തി. ഹെർമിറ്റിൽ ആ വ്യക്തി അത്രയും അങ്ങനത്തെ തീരുമാനമാണ് എടുക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിട്ട് ആ വ്യക്തി എടുക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒന്നാണ്, അതിനെ സെപ്പറേറ്റ് ആക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനം കേട്ടോ. അത്രയും വിഷമിച്ചുകൊണ്ടാണ് ആ വ്യക്തി. ഒരാളും സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല, അതാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും എതിർക്കുകയാണ്. നിങ്ങൾ ഒന്നാവുന്നത് ആർക്കും ഇഷ്ടമില്ല. എങ്ങനെ നിങ്ങളെ സെപ്പറേറ്റ് ആക്കാം, അതിന് ഇഷ്ടക്കണക്കിന് ഉണ്ട്. സെപ്പറേറ്റ് ആക്കാനും നെഗറ്റീവ് പറഞ്ഞു കൊടുക്കാനും നെഗറ്റീവ് പ്രവർത്തിച്ച് നിങ്ങൾക്ക് എതിരെയാക്കാനും ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷെ ആ വ്യക്തി എടുത്ത തീരുമാനം പവർഫുള്ളായ തീരുമാനമാണ്. നെക്സ്റ്റ് പേജ് ഓഫ് സോഡാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രാശിയെല്ലാം ആ വ്യക്തിക്ക് വീണ്ടും റിസ്ക് എടുക്കണം. ഇങ്ങനെ വിട്ടുക പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും എങ്ങനെയെല്ലാം പ്ലസ് ആക്കി മാറ്റാമെന്ന് ആ വ്യക്തി ഒരു പുതിയ ആശയത്തോടു കൂടെ ആ വ്യക്തി ചിന്തിക്കുകയാണ്. വീണ്ടും റിസ്ക് എടുക്കണം, വീണ്ടും എത്ര റിസ്ക് എടുത്താലും ആ വ്യക്തിക്ക് അതിനൊരു
മതിയാവുന്നില്ല. എന്തിനു വേണ്ടി പവർഫുള്ളായ ഒരു വ്യക്തിയാണ്. എന്ത് റിസ്ക് എടുക്കാനും തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തീരുമാനിച്ചിട്ട് മുന്നോട്ട് തന്നെ ഒരു പുതിയ ഐഡിയ എല്ലാം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ ഐഡിയ നടന്നില്ലേ വേറൊരു ഐഡിയ, അത് നടന്നില്ലേ വേറൊരു ഐഡിയ, അങ്ങനെ പല പല ഐഡിയ ആയിട്ട് ആ വ്യക്തി നിങ്ങളുടെ കൂടെ, ഈ ഭൂമിയിൽ നിങ്ങളെ കൂടെ ആ വ്യക്തി ഉണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ കൂടെ ആയിട്ട് ആ വ്യക്തി ഉണ്ട്. അതാണ്, അങ്ങനെയാണ് ആ വ്യക്തിയുടെ എടുത്തിരിക്കുന്ന തീരുമാനം. ഇനി തേർഡ് പാർട്ടിക്കൊന്നും ഇനി മുന്നോട്ട് വരാനുള്ളൊരു ചാൻസ് കൊടുക്കരുത് എന്നാണ് ആ വ്യക്തി എടുക്കുന്ന തീരുമാനം കേട്ടോ. ഒരു ബൗണ്ടറി എല്ലാം വെച്ചിട്ട് തേർഡ് പാർട്ടികളാ ഒരു ബൗണ്ടറി വെച്ചിട്ട് നിർത്തിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങൾ എടുക്കാനും പുതിയ വീണ്ടും റിസ്ക് എന്ത് റിസ്ക് വന്നാലും അത് ഏറ്റെടുക്കാൻ ആ വ്യക്തി അത്രയും പവർഫുൾ ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ആ വ്യക്തി എന്നും ഉണ്ടെന്നുള്ള ആ ഒരു തീരുമാനമാണ്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെന്റിക്കലാണ്. ഒരു ന്യൂ ബിഗിനിങ്, അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ഒരു തരത്തിലുള്ള വിഷമം നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങൾക്ക് തരാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ട് നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷം തരണമെന്നാണ് ആ വ്യക്തി അങ്ങനെയുള്ളൊരു കമ്മിറ്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് വരുന്നുണ്ട് ആ വ്യക്തിക്ക്. ഫസ്റ്റ് കാർഡിൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം പോയെങ്കിലും ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങും അബണ്ടൻസും എല്ലാം വരിച്ചോപ്പെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയെല്ലാം വരുന്നുണ്ട്. ആ വ്യക്തി വീണ്ടും റിസ്ക് എടുക്കുകയാണ്. പുറകോട്ടില്ല ആ വ്യക്തി, മുന്നോട്ട് തന്നെയാണ്. ആ വ്യക്തിക്ക് ഭയങ്കര എന്ത് വന്നാലും എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരു നെഗറ്റീവ് വന്നെന്ന് വെച്ചാൽ നെഗറ്റീവിലേക്ക് പോകുന്നില്ല ആ വ്യക്തി. വീണ്ടും റിസ്ക് എടുത്ത് മുന്നോട്ട്. നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിന്റെ ശക്തിയാണത്. നെക്സ്റ്റ് 3 ഓഫ് പെന്റിക്കലാണ്. 3 ഓഫ് പെന്റിക്കൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം തടസ്സപ്പെടുത്തിയിട്ട് ഒന്നിലധികം പേര് ഇതിനെതിരായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിനെ ഉപദേശിക്കാനും ആ വ്യക്തിയുടെ മനസ്സ് മാറ്റാനും ബ്ലാക്ക് മാജിക് ചെയ്യാനും എല്ലാം പ്രയത്നിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതിനെല്ലാം ഉള്ള ജസ്റ്റിസ് ആണ് വരുന്നത്. യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇത്രയും വിഷമിപ്പിക്കുന്നത് ആര് കാണുന്നുണ്ട്? യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിനുള്ള ജസ്റ്റിസ് ആണ്. യൂണിവേഴ്സ് നേരിട്ട് തന്നെ അതിനുള്ള ജസ്റ്റിസ് തരുന്നുണ്ട്. അത്രയും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് ആര് കാണുന്നുണ്ട്? യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിനുള്ള ജസ്റ്റിസ് നിങ്ങൾക്ക് വരികയാണ്. ന്യായം, നിങ്ങൾ അനുഭവിക്കുന്ന വേദനക്കുള്ള ന്യായമായ ജസ്റ്റിസ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നു. നിങ്ങൾ എടുക്കുന്ന ആ നേരിന്റെ പാത യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പം നീതി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ സന്തോഷത്തിൽ മൂടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇതുവരെ ചെയ്ത അവർക്കെല്ലാം കർമ്മ യൂണിവേഴ്സ് തന്നെ കൊടുക്കും. അത്രയും പ്രശ്നങ്ങളിലൂടെ നിങ്ങളെ തള്ളി വിടുന്നത് ആര് കാണുന്നുണ്ട്? യൂണിവേഴ്സ് കാണുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ ഒന്നാണ്. അപ്പം രണ്ടുപേരും ഒന്നാവാനുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. ഹൃദയമിടിപ്പിലൂടെ നിങ്ങൾ തമ്മിൽ ആ ഹൃദയമിടിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഊർജം, എനർജികൾ തമ്മിൽ പാസ്സാവുന്നത് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാണ് ചെയ്യുന്നത്. ക്ലാരിഫിക്കേഷൻ കേട്ടെ.
തിരിഞ്ഞിട്ടുണ്ട് കാർഡുകൾ. ഓഫ് കപ്പാണ്. അപ്പം ജസ്റ്റിസ്, യൂണിവേഴ്സ് ബോട്ടം ജസ്റ്റിസ് ആണല്ലോ കിട്ടിയത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളാ ഒരുപാട് അത്രയധികം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വേദനിച്ച് മുന്നോട്ട് പോകുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് തന്നെ അതിനുള്ള ജസ്റ്റിസ് തരികയാണ്. നിങ്ങളെ ഒന്നാവിപ്പിക്കാൻ പോവാണ്. ആ വ്യക്തിക്ക് ഉറപ്പില്ല നിങ്ങളെ തമ്മിൽ ഒന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ആ വ്യക്തിക്ക് ഉറപ്പില്ല. എങ്കിലും നമ്മൾ ഒന്നായാലും ഒന്നായില്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ആ വ്യക്തി എടുത്ത ആ ഉറപ്പ് ആര് കണ്ടു? യൂണിവേഴ്സ് കണ്ടു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒന്നാവാണ്ട് സപ്പോർട്ടായി നിൽക്കണ്ട, നിങ്ങളെ ഒന്നാവിപ്പിക്കുക തന്നെ ചെയ്യും യൂണിവേഴ്സ്. ഇതുപോലെ ഒന്നായിട്ട് ജീവിക്കുക തന്നെ നിങ്ങൾ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വ്യക്തി അതിനു വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെന്ന ഒറ്റ ചിന്ത ആ വ്യക്തിയുടെ കയ്യിലേക്ക് കണ്ട, അത് നിങ്ങളെന്ന ഒറ്റ ചിന്ത മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. ആ വ്യക്തി അതിനേക്ക് റിസ്ക് എടുത്ത് വരികയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആ വ്യക്തി ചിന്തിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ പെടുത്തിയിട്ടും ആ വ്യക്തിയുടെ മനസ്സ് അത്രയും പവർഫുള്ളായൊരു വ്യക്തിയാണ്. പക്ഷെ മാനസികമായിട്ട് ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആ വ്യക്തിയുടെ കുടുംബത്തിലോ ഫ്രണ്ട്സോ ആരുമില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. അതെല്ലാം യൂണിവേഴ്സ് കണ്ടതുകൊണ്ടാണ് യൂണിവേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാം എന്തായിട്ട് ഒരു പുതിയൊരു തുടക്കം, റീബർത്തിലേക്കാണ് പോകുന്നത്. ജസ്റ്റിസ് കാർഡ്, യൂണിവേഴ്സിൻ്റെ നേരിട്ടുള്ള ജസ്റ്റിസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതുവരെ ഇങ്ങനെ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കുന്ന കുടുംബമായാലും എല്ലാ തേർഡ് പാർട്ടികളും എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കാൻ ആരുണ്ട്? ജസ്റ്റിസായിട്ട് യൂണിവേഴ്സ് തന്നെ നേരിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് കേട്ടോ. ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലേക്ക് മാത്രം എത്തിക്കണം. ആ വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തും അത് പോകരുത്. അതെൻ്റെ ഹൃദയമാകുന്ന കപ്പ് എൻ്റെ എല്ലാം നിന്നിലേക്ക് മാത്രം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഓഫ് കപ്പിൽ ആ വ്യക്തി വരുന്നത്. ഒരുപാട് ചീറ്റിങ്ങും ഒരുപാട് ആ വ്യക്തി അനുഭവിച്ചു തേർഡ് പാർട്ടിയിൽ നിന്ന് കേട്ടോ. ഹൈ പ്രീഷ്യസ് ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ നടക്കുന്ന സംഭവം, ചീറ്റിങ്ങും നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്തതും എല്ലാം ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് മറ്റൊരാൾ പറഞ്ഞു തരണ്ട. നിങ്ങളെ ഇൻറ്റ്യൂഷനിൽ തന്നെ യൂണിവേഴ്സ് അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് ആ വ്യക്തിക്ക്. അത്രയും മോഹങ്ങളുണ്ട് നിങ്ങളെ കൂടെ ഒന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക്. ജഡ്ജ്മെൻറ്റ്, യൂണിവേഴ്സിൻ്റെ നേരിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. യൂണിവേഴ്സിൻ്റെ തന്നെ നേരിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങളെ ചീറ്റ് ചെയ്തവർക്കും എല്ലാം കൊടുക്കേണ്ടത് യൂണിവേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. എൻ്റെ എംബറസാണ്, എൻ്റെ യൂണിവേഴ്സ് തന്ന ഒരു ഗിഫ്റ്റാണ്, എൻ്റെ ശ്വാസോച്ഛ്വാസമാണ്, എൻ്റെ സ്ട്രെങ്ത്താണ്, എൻ്റെ ലൈറ്റാണ്, എൻ്റെ എന്താ എംബറസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ആ വ്യക്തി നിങ്ങളെ ഇത്രയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ അത്രക്കും പ്രഷ്യസ് ആണ്. ഇന്ന് നമുക്ക് ഏത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് നോക്കിയാലോ. അറിയട്ടെ നമുക്ക്. ഇന്ന് ഇവിടെ ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി കേട്ടോ. ഇവിടെ എന്നാ നോക്കട്ടെ. ശനീശ്വരൻ
തന്നെ എടുക്കാം. നമുക്ക് വെള്ളിയാഴ്ചയാണ് മഹാലക്ഷ്മിന്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗണപതി, മഹാലക്ഷ്മി, സരസ്വതി. എല്ലാത്തിൻ്റെയും അല്ലേ വിഘ്നങ്ങൾ മാറ്റാൻ വിഘ്നേശ്വരൻ. നമുക്ക് എല്ലാവിധ ധനവും അബണ്ടൻസും തരുന്നത് മഹാലക്ഷ്മി അല്ലേ. ഇതില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല മഹാലക്ഷ്മിനോട്. പിന്നെ നമുക്ക് അറിവും നമുക്ക് വേണ്ട എല്ലാ ഇതും തരുന്നത് സരസ്വതി. അപ്പം 3 പേരുടെയും ബ്ലെസ്സിങ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതും വെള്ളിയാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിലൊരുപാട് സന്തോഷം. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിയാലോ. എന്താണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? I hope that you can forgive me one day. ഒരു ദിവസം നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It was my fault, but I blamed you. എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. We will be together again. നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും. I look for you everywhere. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. You are my world. നീയാണ് എൻ്റെ വേൾഡ്. You are my soulmate. എൻ്റെ സോൾമേറ്റ് നീയാണ്. ആർ അനിഴം. വയനാട് സി. ഡിസംബർ കോട്ടയം. ഉത്രാടം സോൾമേറ്റ്. പത്തനംതിട്ട ടി. എസ് ആലപ്പുഴ. എ കാസർഗോഡ്. ഇടുക്കി എൻ. ആഗസ്റ്റ് അശ്വതി. ഐ കൊല്ലം. ആലപ്പുഴ തൃക്കേട്ട. കോഴിക്കോട് ഡി. കണ്ണൂർ ജെ. വി ചിത്ര. ജി മലപ്പുറം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.